ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത് ജോജോ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി TV സീരീസിൻ്റെ സീസൺ 1 ഒന്നാമത്തെ എപ്പിസോഡാണ്. ഈ സീരീസ് നിങ്ങൾക്ക് തുടക്കം അത്രയ്ക്ക് ഇഷ്ടപ്പെടത്തില്ലെങ്കിലും നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെടും. സോ നമ്മുടെ കേരളത്തിലും അതുപോലെ തന്നെ ഇന്ത്യയിൽ ഭയങ്കരധികം അണ്ടർറേറ്റഡ് ആയിട്ട് കിടക്കുന്ന ഒരു ആനിമി സീരീസാണ് ഈ ജോജോ. സ്ഥലത്തേക്ക് ഭയങ്കരമായിട്ട് പോപ്പുലർ ആയിട്ടുള്ളൊരു സീരീസാണ്. നമ്മുടെ ഡ്രാഗൺ ബോൾ, നാറൂട്ടോ ഒക്കെ പോലെ തന്നെ പോപ്പുലർ ആയിട്ടുള്ളൊരു സീരീസാണ് ഈ ജോജോ. ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു വെറൈറ്റി ആനിമി എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഈ ആനിമി തരുന്നത്. ഈ വീഡിയോക്ക് എപ്പോൾ 100 ലൈക്ക് ആവുന്നു അന്നേരം ഇതിൻ്റെ നെക്സ്റ്റ് എപ്പിസോഡ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഞാൻ പറഞ്ഞ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല, നമുക്ക് നേരെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. ഇംഗ്ലണ്ടാണ് കാണിക്കുന്നത്. അവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കുതിര വണ്ടി ആക്സിഡന്റ് ആയിട്ട് കിടക്കും. ഒരാൾ വീണ് കിടപ്പുണ്ട്. സോ അങ്ങേര് വളരെയധികം പണക്കാരനായിട്ടുള്ള ഒരുത്തനാണ്. കുതിര വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന ആളും അതുപോലെ തന്നെ അങ്ങേരുടെ വൈഫും ഇപ്പൊ മരിച്ചിരിക്കുകയാണ്. ഇപ്പൊ അങ്ങോട്ട് 2 പേര് വരികയാണ്. സോ ആ താഴെ വീണ് കിടക്കുന്നത് മറ്റേ നേരത്തെ പറഞ്ഞ വൈഫിന്റെ ഹസ്ബൻഡ് ആണ്. എന്ന് വെച്ചാൽ വന്ന ആളുടെ വൈഫാണ് പുറകെ ഇരിക്കുന്നത്. ആ വന്ന ആളുടെ പേര് ഡാരിയോ എന്നാണ്. വീണ് കിടക്കുന്ന അങ്ങേരുടെ കയ്യിലുണ്ടായിരുന്ന സ്വർണവും അങ്ങനത്തെ സാധനങ്ങളെല്ലാം അങ്ങേര് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങേര് പണക്കാരനാണെന്ന് ഇയാൾക്ക് മനസ്സിലാക്കിയാണ്. സോ അതിന്റെ അപ്പുറത്തൊരു പെട്ടി ഇരിപ്പുണ്ട്. ആ പെട്ടി തുറന്ന് നോക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ഒരു മാസ്ക് ഇരിക്കും. സോ ആ മാസ്ക് വേസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് ആ മാസ്ക് അങ്ങേരെ എടുത്തോട്ട് ഏറിയുക. എന്നിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് അങ്ങേരെ തപ്പാൻ പോകുന്ന സമയത്ത് അങ്ങേരെ അയാളുടെ കൈ കയറി പിടിക്കുകയാണ്. അങ്ങേര് പറയുകയാണ്, വളരെയധികം നന്ദിയുണ്ട് ഞങ്ങളെ രക്ഷിച്ചത്. വൈഫ് എന്റെ കുട്ടിയൊക്കെ എന്ത് ചെയ്യും, അവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നിന്റെ വൈഫ് ചത്തുപോയെന്നാണ് തോന്നുന്നത്, നിന്റെ കുട്ടിക്ക് വലിയ കുഴപ്പങ്ങളൊന്നും. എന്റെ ജീവൻ രക്ഷിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. നിങ്ങളുടെ പേരെന്ത്? പേര് ഡാരിയോ എന്ന് ആ കിളവനും പറയുക. എന്റെ പേര് ജോയ്സ്റ്റർ, ഞാനൊരു വലിയ പണക്കാരനാണ്. നിങ്ങൾ എന്റെ ജീവൻ രക്ഷിച്ചു, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി എന്ത് വേണേലും പറഞ്ഞു, അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സാധിച്ചു തരാം. നമ്മുടെ ജോയ്സ്റ്റർ ആണെങ്കിൽ അവർക്ക് വാക്ക് കൊടുക്കുകയാണ്. കുറച്ച് കൺഫ്യൂഷൻ വരും, അത് ഓരോരോ എപ്പിസോഡ് കഴിയാൻ നേരത്തേക്കിനും മാറി മാറി വരും. സോ അങ്ങനെയാണ് ഈ സീരീസ് പോകുന്നത്. പിന്നീട് കാണിക്കുന്നത് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ്. നമ്മുടെ ജോയ്സ്റ്ററിന്റെ മകൻ വലുതായിട്ടുണ്ട്. പേര് ജോണത്തൻ ജോയ്സ്റ്റർ. അവനെയാണ് നമ്മൾ ജോജോ എന്ന് വിളിക്കുന്നത്. ഇവൻ വളരെയധികം പണക്കാരനായിട്ടുള്ള ഒരാളാണ്. എന്നിട്ടും അവൻ ആഹാരം കഴിക്കുന്നത് ഒരു മാനേഴ്സ് ഇല്ലാതാണ്. സോ അതിന് അവൻ്റെ അച്ഛനാണെങ്കിൽ അവനെ വഴക്ക് പറയുകയാണ്. നമ്മുടെ ജോജോന്റെ സ്വഭാവം കുറച്ച് വ്യത്യാസമാണെന്ന് നമുക്കിത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു കൊച്ചു പെണ്ണ് നിൽപ്പുണ്ട്. സോ ആ കൊച്ചു പെണ്ണിൻ്റെ കയ്യിൽ നിന്ന് ഒരു പാവ മേടിച്ചിട്ട് 2 പേരെ ആ കൊച്ചു പെണ്ണിനെ കളിയാക്കിക്കൊണ്ടിരിക്കുക. സോ ഇത് കണ്ട് ദേഷ്യം വന്ന നമ്മുടെ ജോജോ ആണെങ്കിൽ അവരെ അടിക്കാൻ വേണ്ടി അവിടെ നിന്ന് ചാടി വരും. അന്ന ജോജോനെ അവരെ അടിച്ച് തറയിലിടുകയാണ്. സോ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ നമ്മുടെ ജോജോ വളരെയധികം വീക്കായിട്ടുള്ള ഒരു കുട്ടിയാണെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഡോറിയോന്റെ പയ്യനെയാണ്. ആ പയ്യന്റെ പേര് ഡിയോൺ എന്നാണ്. ഇവൻ വളരെയധികം ക്ലീൻ ആൻഡ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആളാണ്. അവന്റെ അപ്പനാണെങ്കിൽ ഒരുപാടധികം കള്ളൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ വയ്യാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്ന് വെച്ചാൽ മരിക്കാറായിട്ടിരിക്കുകയാണ്. നമ്മുടെ ഡിയോനെ അടുത്തോട്ട് വിളിച്ചിട്ട് ഒരു ലെറ്റർ കാണിക്കുകയാണ്. മരിച്ചു കഴിഞ്ഞിട്ട് ഈ ലെറ്ററും കൊണ്ട് നീ ജോർജ് ജോയ്സ്റ്ററിന്റെ അടുത്തേക്ക് പോകണം. കൊണ്ട് നീ അവിടെ പോയാൽ നിനക്ക് ഉറപ്പായിട്ടും ഒരു വലിയ പണക്കാരനാവാൻ വേണ്ടി സാധിക്കും. അങ്ങനെ നമ്മുടെ ഡിയോനോട് പറയുകയാണ്. നമ്മുടെ ഡിയോന്റെ അച്ഛൻ ഒരുപാടധികം കുടിയനായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഇതെല്ലാം കണ്ടിട്ട് ഡിയോന്റെ അമ്മയാണെങ്കിൽ സൂയിസൈഡ് ചെയ്തു. അതിന്റെ ഒരു ദേഷ്യം നമ്മുടെ ഡിയോന്റെ അച്ഛനോട് ഡിയോൺ ഓടിക്കുന്ന സമയത്ത് നമ്മുടെ ഡോറിയോ മരിക്കുകയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഡിയോന്റെ അച്ഛൻ മരിക്കുകയാണ്. ഡിയോൺ ആണെങ്കിൽ കുതിര വണ്ടിയിൽ ആ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അങ്ങനെ അവിടെ വന്ന് ഇറങ്ങുകയാണ്. സമയത്ത് അവിടെ നമ്മുടെ ജോജോ ഉണ്ട്. ജോജോനെ നേരത്തെ അറിയാവുന്ന നമ്മുടെ ഡിയോന്റെ ഒരാൾ ഇവിടോട്ട് വരുമെന്ന്. നമ്മുടെ ഡിയോ ഭയങ്കര പണക്കാരനാവാൻ വേണ്ടി പോവുകയല്ലേ. സോ അങ്ങനെ ഭയങ്കര റൂഡായിട്ട് നിൽക്കുകയാണ്. നമ്മുടെ ജോജോന്റെ പട്ടി അങ്ങോട്ട് കയറി വരുന്നത്. സോ നമ്മുടെ ജോജോ പറയുന്നത് എന്റെ പട്ടിയാണ്, ഡാനി എന്നാണ് പേര്. ഇവനാണെങ്കിൽ കടിക്കാനൊന്നും പോകുന്നില്ല എന്നൊക്കെ പറയുന്നത്. നമ്മുടെ ഡിയോ ആണെങ്കിൽ പട്ടി ഓടി വന്നപ്പോൾ തന്നെ നമ്മുടെ ഡിയോ അവന്റെ കാൽ ഉപയോഗിച്ച് അടിച്ച് തറയിലിടുകയാണ്. കാരണം സമയത്ത് നമ്മുടെ ജോജോയ്ക്ക് ഒരുപാടധികം ദേഷ്യം വരും. സോ അങ്ങനെ അവർ 2 പേരും ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ജോർജോ അങ്ങോട്ട് വരുന്നത്. നമ്മുടെ ഡിയോനോട് ഉള്ളിലോട്ട് വരാൻ വേണ്ടി പറയും. കുറച്ച് ടെസ്റ്റ് നമ്മുടെ ജോർജ് നടത്തുകയാണ്. അതിൽ നമ്മുടെ ജോജോനെക്കാട്ടില് മുന്നിൽ നിൽക്കുന്നത് നമ്മുടെ ഡിയോ ആണ്. അത് നമ്മുടെ ജോർജിന് മനസ്സിലാകുന്നുണ്ട്. നമ്മുടെ ജോർജിന് ഇപ്പൊ ജോജോനെ അത്രയ്ക്കൊന്നും ഇഷ്ടമൊന്നും മകനെക്കാട്ടിൽ എത്രയോ അധികം നല്ലതാണ് നമ്മുടെ ജോർജ് ചിന്തിക്കുകയാണ്. ആ സമയം നമ്മുടെ ജോജോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹേ ജോജോ, നിനക്ക് ടേബിൾ മാനേഴ്സ് ഇല്ലേ? നീ ആ ഡിയോനെ കണ്ട് കഴിക്കുന്നത്, അവൻ എന്ത് മര്യാദയായിട്ടായിരുന്നു കഴിക്കുന്നത്. ഇവൻ ഇന്ന് ആഹാരം കൊടുത്തേക്ക്. നമ്മുടെ ജോർജ് അവന്റെ സർവന്റിനോട് പറഞ്ഞിട്ട് നമ്മുടെ ജോജോന്റെ ആഹാരം എടുത്തോണ്ട് പോവുകയാണ്. കണ്ടോണ്ട് നമ്മുടെ ഡിയോ അവിടെ ഇരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു ബോക്സിംഗ് കോമ്പറ്റീഷൻ നടക്കുകയാണ്. ആ സമയത്ത് ആ സ്ഥലത്ത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആള് നമ്മുടെ ജോജോ ആണ്. ജോജോന്റെ ഓപ്പോണന്റ് ആയിട്ട് വരുന്നത് അത് വേറെ ആരുമല്ല, അത് നമ്മുടെ ഡിയോ ആണ്. 2 പേരും കൂടെ ഫൈറ്റ് ചെയ്യുകയാണ്. അതിന്റെ അതിൽ നമ്മുടെ ഡിയോ ആണെങ്കിൽ നമ്മുടെ ജോർജിനെ വളരെയധികം ഈസി ആയിട്ട് തന്നെ അടിച്ച് തറയിലിടുകയാണ്. എല്ലാ ആൾക്കാരും നമ്മുടെ ഡിയോന്റെ ഫാൻസ് ആകുകയാണ്. നമ്മുടെ ജോജോനെ എല്ലാ ആൾക്കാരും അവഗണിക്കുകയാണ്. സിറ്റിയിൽ ഒരു പെണ്ണുണ്ട്. സോ ആ പെണ്ണിനാണെങ്കിൽ നമ്മുടെ ജോജോനെ വളരെയധികം നല്ല രീതിയിൽ തന്നെ ഇഷ്ടമാണ്. നമ്മുടെ ജോജോയ്ക്കും അവളെ ഇഷ്ടം വരികയാണ്. സോ അങ്ങനെ അവർ 2 പേരും കൂടി ഇങ്ങനെ എൻജോയ് ചെയ്ത് വരികയാണ്. അങ്ങനെ അവർ 2 പേരും ലവ് എന്ന രീതിയിൽ പോവുകയാണ്. ഇതെല്ലാം നമ്മുടെ ഡിയോ കാണുന്നുണ്ട്. സോ നമ്മുടെ ഡിയോനെ ജോജോ സന്തോഷപ്പെടുന്ന ഒന്നും
ഇഷ്ടമല്ല. ആ പെണ്ണ് വരുന്ന സമയത്ത് ആ പെണ്ണിന് പോയിട്ട് ഒരു കിസ് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ഡിയോ ആ പെണ്ണിനോട് പറയുകയാണ്, നിന്റെ ഫസ്റ്റ് കിസ് ഞാനാണ് തന്നത്, അല്ലാതെ ആ വൃത്തികെട്ട ജോജോ അല്ല, നീ എൻജോയ് ചെയ്യും. ആ പെണ്ണാണെങ്കിൽ താരെയുള്ള വെള്ളം ഉപയോഗിച്ച് അവളുടെ ചുണ്ട് കഴുകുകയാണ്. ഡിയോ കിസ് കൊടുത്തത് കൊണ്ട് തന്നെ ആ സമയത്ത് നമ്മുടെ ഡിയോയ്ക്ക് ഒരുപാടധികം ദേഷ്യം വന്നിട്ട് ആ പെണ്ണിനെ അടിച്ച് തറയിൽ ഇടുകയാണ്. നമ്മുടെ ഡിയോ ആണെങ്കിൽ ഇവളെ കിസ് ചെയ്തതുകൊണ്ട് തന്നെ ഇവൾക്ക് എന്തോ ഒരു വിഷമം പോലെ വരികയാണ്. തന്നെ നമ്മുടെ ജോജോനെ കാണുന്ന സമയത്ത് അവൾ അവിടെ നിന്ന് ഓടി പോവുകയാണ്. കാണുന്ന സമയത്ത് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ ജോജോയ്ക്ക് മനസ്സിലാക്കുന്നില്ല. അന്നേരം അവിടെ നിൽക്കുന്ന ഒരുപാടധികം ആൾക്കാർ നമ്മുടെ ജോജോനെ കളിയാക്കിയാണ്. സോ ആ കളിയാക്കുന്നതിനിടെ മനസ്സിലാക്കിയാണ് നമ്മുടെ ജോജോ അവളെ നമ്മുടെ ഡിയോ കിസ് ചെയ്തെന്നുള്ള ഒരു കാര്യം. കേൾക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ജോജോന് ഒരുപാടധികം ദേഷ്യം വന്നിട്ട് ഡിയോ എന്ന് വിളിച്ചുകൊണ്ട് ആ വീട്ടിൽ വന്നിട്ട് നമ്മുടെ ഡിയോനെ വളരെയധികം നല്ല രീതിയിൽ തന്നെ ബ്രൂട്ടലായിട്ട് തന്നെ നമ്മുടെ ജോജോ അടിച്ച് തറയിലിടുകയാണ്. ഡിയോനെ പോലും വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നില്ല. കാരണം ഡിയോനെ അടിച്ച് തറയിലിടുകയാണ് നമ്മുടെ ജോജോ. അതും വളരെയധികം നല്ല രീതിയിൽ തന്നെ ഫൈറ്റ് ചെയ്ത് നമ്മുടെ ഡിയോന്റെ കുറച്ച് രക്തം ഒരു മാസ്കിലോട്ട് വീഴുന്നുണ്ട്. സോ ആ മാസ്ക് തറയിലേക്ക് വരികയാണ്. അന്നേരം എല്ല് പോലത്തെ എന്തോ ഒരു സാധനം ആ മാസ്കിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. സോ ഇത് വലുതായിട്ട് വേറെ ആരും നോട്ടീസ് ഒന്നും ചെയ്യുന്നില്ല. ഇത് നമ്മുടെ ജോജോ മാത്രമേ നോട്ടീസ് ചെയ്യുന്നുള്ളൂ. ഇവരിങ്ങനെ ഫൈറ്റ് ചെയ്യുന്നത് കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ ജോർജ് അങ്ങോട്ട് വരികയാണ്. നമ്മുടെ ജോർജ് ആ മാസ്ക് വീഴുന്നത് കണ്ടിട്ടില്ല. സോ എന്നിട്ട് ഇവർക്ക് ആ പണിഷ്മെന്റ് കൊടുക്കുകയാണ് ഇവർക്ക് രണ്ടുപേരും. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസമാണ്. അവിടെ ആണെങ്കിൽ ഒരാളാണെങ്കിൽ കുറെ കരിയും കുറെ ഇലയെല്ലാം കൂടി ഇട്ടിട്ട് അവിടെ തീ ഇടുകയാണ്. തീ ഇട്ടിട്ട് അവർ പുറകിലോട്ട് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് എന്തോ ജീവനുള്ള ഒരു സാധനം അതിൽ തട്ടുന്നത് പോലെ അങ്ങേർക്ക് തോന്നുകയാണ്. ഞാൻ ഈ ജീവനുള്ള എന്തെങ്കിലും സാധനം കത്തിച്ചോ എന്ന് അങ്ങനെ വിചാരിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ജോജോന്റെ പട്ടിയായിട്ടുള്ള ഡാനിയലും മരിച്ചെന്നാണ്. സോ ഡാനിയൽ മരിച്ചത് എങ്ങനെയാണെന്ന് മനസ്സിലായി. അങ്ങനെ കുറെ കരിയില കത്തിച്ചില്ലായിരുന്നു. സോ അതിൽ നമ്മുടെ ജോജോന്റെ പട്ടിയാണ്, ജീവനുള്ള ആളെന്ന് പറഞ്ഞില്ല, അത് ആ പട്ടിയായിരുന്നു. ജോജോയ്ക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയാണ് ഇത് ഡിയോ ആണ് ഈ പരിപാടി മൊത്തം ചെയ്തതെന്ന്. ഡിയോ ആണെങ്കിലും ജോജോന്റെ ഓരോ സന്തോഷം ഇങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഡിയോ ഡാനിയൽ എവിടെ ആണെന്ന് ചോദിക്കുന്ന സമയത്ത് അവൻ സ്കൂളിലാണെന്ന് അവിടെയുള്ള ആൾക്കാർ പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് 7 വർഷം കഴിയുകയാണ്. ജോജോ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി TV സീരീസിന്റെ സീസൺ 1 ഒന്നാമത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഈ സീരീസ് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ല എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് പറഞ്ഞേക്കാം. എല്ലാ കാര്യവും ശ്രദ്ധിച്ച് കേൾക്കുക. ഈ സീരീസിന് അതിലെ ആ മാസ്കിനൊക്കെ നല്ല രീതിയിൽ തന്നെ സ്റ്റോറിയിലോട്ട് പോകാൻ നേരത്തെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ ഞാനും ഈ സീരീസ് കണ്ടിട്ടില്ല. ഞാൻ നിങ്ങളുടെ കൂടെയാണ് ഓരോ എപ്പിസോഡ് ഇങ്ങനെ കണ്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാൻ വേണ്ടി പോകുന്നത്. 100 ലൈക്സ് ആകുന്ന സമയത്തായിരിക്കും ഇതിന്റെ അടുത്ത എപ്പിസോഡ് ഞാൻ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നിങ്ങൾ എല്ലാവരും ലൈക്കും അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്തേക്കുക. പേടിക്കൊന്നും വേണ്ട, ഞാൻ ഇന്ന് 2 വീഡിയോ ഇടുന്നുണ്ട്. ഇന്ന് ഡോക്ടർ സ്റ്റോണിന്റെ ഒരു എപ്പിസോഡും കൂടെ വരുന്നതായിരിക്കും. നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ സീരീസ് നമ്മുടെ ബ്ലീച്ചും അതുപോലെ തന്നെ ഡോക്ടർ സ്റ്റോണും ചെയ്യുന്നത് പോലെ തന്നെ ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഈ സീരീസ് നിങ്ങൾ വേറെ ആനിമീസ് ഒന്നും കാണുന്നത് പോലെയല്ല, വേറെ രീതിയിലാണ് പോകുന്നത്. ഞാൻ തുടക്കം പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. ഞാൻ ഇതിന്റെ ഒരു റിവ്യൂ ഉടനെ തന്നെ ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമായിരിക്കും. നെക്സ്റ്റ് എപ്പിസോഡ് അടുത്ത ദിവസം വൈകിട്ട് ഡോക്ടർ സ്റ്റോണിന്റെ എപ്പിസോഡ് വരുന്നുണ്ട്. സോ അതെല്ലാവരും പോയി ചെക്ക് ചെയ്ത് നോക്കുക. സോ അടുത്ത ദിവസം അടുത്തൊരു എപ്പിസോഡ് വരുന്നതായിരിക്കും. ബൈ.